കിഴക്കിൻ്റെ പാതുവ വിശുദ്ധ അന്തോണീസ് പുണ്യവാളന്റെ സൗഖ്യദായകമായ യുദ്ധത്തിരുനാളിന് തുടക്കം കോട്ടപ്പുറം ദുഃഖദാംശത്ത് ഡോക്ടർ ആംബ്രോസ് കടന്നുകയാണ്. പിതാവിന് നന്ദിയുള്ള വിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിതാവ്
ഉച്ചയ്ക്ക് ഇപ്പം തന്നെ ഇതിനെ ഇറങ്ങിയിട്ട് പതാണ് ചെയ്യുന്നത്. ഓരോ തീർത്ഥാടകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അന്തോണീസ് പുണ്യവാന്റെ സൗഖ്യദായകമായ കൂട്ടുനേർച്ച ദിനമായ തിരുനാൾ ദിനമായ ഇന്ന് പുണ്യവാന്റെ ശക്തിയേറിയ മധ്യസ്ഥ സഹായം വഴി ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ ദിവസം ഏറെ ധന്യമാകുന്നത് അഭ്യുന്യ അംബ്രോസ് പിതാവിൻ്റെ സാന്നിധ്യം മൂലമാണ്. വട്ടപ്പുറം രൂപതാധ്യക്ഷൻ അഭ്യുന്യ അംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവ് ഇവിടെ വന്ന് നേർച്ച ഭക്ഷണം ആശീർവദിച്ച് വിതരണം ആരംഭിച്ചു കഴിഞ്ഞു. രാത്രി വൈകുന്നതുവരെ നേർച്ച ഭക്ഷണത്തിൻ്റെ വിതരണം ഉണ്ടാകുന്നതാണ്. ഇവിടെ വരുന്ന ഓരോ മക്കളും സൗഖ്യദായകമായ അവർ നേർച്ച ഭക്ഷണം കഴിച്ച് സൗഖ്യമായി ദൈവത്തിൻ്റെ കൃപയാൽ നിറഞ്ഞ് തിരിച്ചു പോവുക. ഇപ്പോൾ നമ്മൾ അഭ്യുന്യ പിതാവിനോടൊപ്പം ദിവ്യബലി അർപ്പിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. സ്നേഹപൂർവ്വം പിതാവിനെയും സഹകാർമ്മികരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് എഴുന്നേറ്റ് നിന്ന് പ്രാരംഭഗാനം ആലപിക്കാൻ ഒരുങ്ങാം. Oh
കിഴികൂട്ടി ബലിവേദിയിലർപ്പിക്കുന്നു ഹൃദയമോടെ ഇതാ ഇതാ വരുന്നു മനം സ്വയം തരുന്നു കൃപകൾ ഒഴുകുമീ കഴുത്താറിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സമാധാനം നിങ്ങളോട് കൂടെ. ചിന്തിക്കാൻ കിഴക്കിന്റെ പാതമ വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇറക്കിയ ഇടവക വികാരിയുമായ ഏറ്റവും പ്രിയങ്കരനായ ഭിന്നിച്ച കൊട്ടപ്പുറം രൂപതയുടെ എപ്പിസ്കോപ്പൽ വികാരി ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് കച്ച, കൊട്ടപ്പുറം രൂപത ഫൊറോന കൊട്ടപ്പുറം ഇടവക കൊട്ടപ്പുറം ഫൊറോന വികാരിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ജോസഫ് ഒളാട്ടൂർ അച്ഛ, വചന സന്ദേശം നൽകുവാൻ നമ്മുടെ കൂടെ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് തോമസ് അച്ഛ, സഹകാർമ്മികരായ വൈദികരെ, പ്രിയപ്പെട്ട റോമിൽ വന്നിരിക്കുന്ന ടെൻഷനിച്ച പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ സുദിനമാണ്. വിശുദ്ധ അന്തോണീസിന്റെ ഈ തീർത്ഥാടന ദേവാലയത്തിൽ വന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മളിന്ന് തിരുനാൾ ആഘോഷിക്കുന്നു. വിശുദ്ധന്റെ ഈ തിരുനാൾ ആഘോഷത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഭാവുകങ്ങളും നന്മകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് ഏവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു. വിശുദ്ധ അന്തോണീസിലൂടെ നമുക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട്. വിശുദ്ധ അന്തോണീസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ 4 ചെറിയ ചിന്തകൾ മാത്രം ഈ ആമുഖത്തിൽ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നു. ഒന്നാമതായിട്ട്, വിശുദ്ധ അന്തോണീസ് എന്നും സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട്, വചനം ധ്യാനിക്കുവാനായിട്ട്, വചനം പങ്കുവയ്ക്കുവാനായിട്ട് എന്നും തീക്ഷ്ണതയുള്ള വ്യക്തിയായിരുന്നു. വചനം ഇങ്ങനെ പങ്കുവെച്ചതുകൊണ്ടാണ് വിശുദ്ധ ബെനവെൻച്വർ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന്റെ നാവ് പൊന്നാവായി തീർന്നത്. 119 സങ്കീർത്തനം 105 വാക്യം, അവിടുത്തെ കർത്താവിന്റെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. ഈ വചനമാണ് അന്തോണീസിനെ വഴി നടത്തിയത് എന്ന് വേണം പറയാൻ. വിശുദ്ധ അന്തോണീസ് എന്ന് നമ്മോട് പറയുന്നത്, പറയാതെ പറയുന്നത് ഇത് തന്നെയാണ്. നിങ്ങളെല്ലാവരും വചനം വായിക്കുക, വചനം ധ്യാനിക്കുക, വചനം പങ്കുവയ്ക്കുക. അങ്ങനെ വിശുദ്ധന്റെ ആ പുണ്യ പാതയിലൂടെ നടക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട്, വിശുദ്ധൻ തൻ്റെ ജീവിതത്തിലുടനീളം ദാരിദ്ര്യവും അനുസരണയും എളിമയും ഉള്ള വ്യക്തിയായിരുന്നു. എന്നും എളിമയോടെ തന്നെ ഏൽപ്പിക്കുന്ന ദൗത്യം അനുസരണയോടെ നിർവഹിച്ച വ്യക്തി. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത്, ആത്മാവിൽ നിറഞ്ഞവർ തീർച്ചയായിട്ടും ഭാഷാപരമുള്ളവരായിരിക്കും. ഭാഷാപരം എന്ന് പറയുന്നത് അത് അനുസരണത്തിന്റെയും എളിമയുടെയും ക്ഷമയുടെയും ദാരിദ്ര്യത്തിന്റെയുമായ ഭാഷയാണ്. ഈ ഭാഷ സംസാരിക്കുവാനായിട്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം വഴി നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. മൂന്നാമതായിട്ട്, പാപികളായ, രോഗികളായ, പീഡിതരായ, സഹിക്കുന്നവരായ എല്ലാ മക്കളോടും അനുകമ്പയുള്ള ഈ വിശുദ്ധൻ നമ്മെ നോക്കി പറയുന്നത്, എല്ലാ മനുഷ്യരും ഈശോയെ കണ്ടുമുട്ടുവാൻ, കർത്താവിന്റെ മുഖം കാണുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണമെന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ എങ്ങനെയായാലും വിശുദ്ധനെ ഈ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാവണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മളെല്ലാവരും മറ്റു മനുഷ്യരിൽ ദയയോടെ, സ്നേഹത്തോടെ, കരുണയോടെ പെരുമാറുവാനായിട്ട് വിശുദ്ധ അന്തോണീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.
ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം തേടുവാനാണ്. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുവാൻ വേണ്ടിയാണ്. വിശുദ്ധനോട് വിളിച്ചാൽ വിളി കേൾക്കുന്ന വിശുദ്ധനാണെന്ന ബോധ്യമുള്ളവരാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ദൈവജനം. എല്ലാ മക്കൾക്കും വിശുദ്ധന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. മാധ്യസ്ഥ ശക്തിയാൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ പെരുമഴ തന്നെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ആശീർവദിച്ച ഈ കൂട്ടുസഭയോടൊപ്പം തന്നെ ഈ വലിയ ബലിയിലൂടെ പങ്കുചേർന്നുകൊണ്ട് അനുഗ്രഹം നേടിയെടുക്കുവാനും ഈ അനുഗ്രഹം മറ്റുള്ളവർ പകരുവാനായിട്ട് നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പുണ്യവാന്റെ ജീവിത മാതൃകയും പുണ്യവാന്റെ മാധ്യസ്ഥവും നമ്മെ ശക്തിപ്പെടുത്തട്ടെ. നമ്മുടെ പ്രിയങ്കരനായ വികാരിയച്ഛനും കൊച്ചച്ഛനും അതുപോലെ ഇന്നിവിടെ ആയിരിക്കുന്ന എല്ലാ വൈദികർക്കും സിസ്റ്റേഴ്സിനും ഇന്നിവിടെ ഈ ദേവാലയത്തിലും അതുപോലെ ഈ ദിവ്യബലിയിലും പല മാധ്യമങ്ങളിലൂടെ ഈ ഇതിൽ പങ്കുചേരുന്ന എല്ലാവർക്കും ദൈവാനുഗ്രഹവും തിരുനാളിൻ്റെ ആശംസകളും നേരുന്നു. പ്രത്യേകമായിട്ട് എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും നന്ദിയോടെ ഓർക്കുകയും ചെയ്യുന്നു. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാൻ സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്ന വിചാരമായും വാക്കാലും ഞാൻ പാപം ചെയ്തില്ല. സർവശക്തനായ ദൈവം നമ്മുടെ നിത്യജീവൻ